അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവനെ കേൾക്ക്, അവനെ കേൾക്ക്. കാനായിലെ കല്യാണ വിരുന്നിൽ മുഴങ്ങിയ മറിയത്തിൻ്റെ ആ സ്വരം ഇന്ന് ഇപ്പോൾ ഇവിടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കാതുകളിൽ മുഴങ്ങുകയാണ്. അവൻ യേശുക്രിസ്തു പറയുന്നത് പോലെ ചെയ്യുക. ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ മനുഷ്യരുമായി ഇടപഴകണമെന്ന്, എങ്ങനെ സ്നേഹിക്കണമെന്ന്, എങ്ങനെ സഭയായി വളരണമെന്ന്, എങ്ങനെ കൂട്ടായ്മയായി ജീവിക്കണമെന്ന്, എങ്ങനെ ക്ഷമിക്കണമെന്ന്, ശത്രുത നമ്മോട് പുലർത്തുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ യേശു നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ചെയ്യുക എന്ന് മറിയം നമ്മളോട് പറയുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തു രക്ഷകനാണ് എന്ന സുവിശേഷം, യേശുക്രിസ്തു ഭൂമിയിൽ രക്ഷകനായി പിറക്കും എന്ന സുവിശേഷം, ആ പിറവി സ്ത്രീയിൽ നിന്നാണ് എന്ന സുവിശേഷം. പ്രിയപ്പെട്ടവരെ, അത് ആ യേശുക്രിസ്തു രക്ഷകനായി സാത്താൻ്റെ തല തകർക്കുന്ന ആ സംരംഭത്തിൽ കുതികാലിൽ പരിക്കേറ്റു വാങ്ങി നമ്മെ എല്ലാവരെയും രക്ഷിക്കുമെന്ന മഹാസുവിശേഷം, ആദ്യത്തെ സുവിശേഷം ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറിയത്തെക്കുറിച്ചുള്ള പരാമർശവും വ്യക്തമായുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വേളയിൽ നമ്മൾ കാണുന്നത് സ്ത്രീയേ, ആ വിളി അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കുരിശിൽ കിടക്കുന്ന ഈശോ, ശ്വാസം വലിക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്ന ഈശോ അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് താഴെ തൻ്റെ വേദനകൾ കണ്ട് പ്രാർത്ഥനാപൂർവം നിലകൊള്ളുന്ന ആ അമ്മയോട് പറഞ്ഞത്, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. സ്ത്രീയേ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തില് 4-ാം അധ്യായം 4-ാം വാക്യത്തില് പറഞ്ഞു വെച്ചത്, കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് മറിയത്തിൻ്റെ പേര്, ഈശോയുടെ അമ്മയുടെ പേര് അറിയാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ സ്ത്രീയിൽ നിന്നു ജാതനായി. കാരണം എന്താ? ഉൽപ്പത്തി 3:15 പൂർത്തീകരണമാണ് ക്രിസ്മസിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി വ്യക്തമായി ഈ തിരുവചനങ്ങളൊക്കെ നമ്മളോട് പറയുകയാണ്. മറിയം തോറ വായിച്ചു, മറിയം തെഹില്ലിയും സങ്കീർത്തനങ്ങൾ വായിച്ചു. ഫിസിക്കലായിട്ട് ടാഞ്ചബിൾ ആയിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്നത്. ആ ബന്ധം പിന്നെ എങ്ങനെയായി? അത് ഓർമ്മയിൽ പതിഞ്ഞു, അത് നാവിൽ പതിഞ്ഞു, അത് പ്രഘോഷണമായി വന്നു. പക്ഷെ ഓർക്കണം, ഇത് സ്വാംശീകരിച്ചതിന് ശേഷമാണ് അത് പുറത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സങ്കീർത്തനം 89 ആ പ്രമേയവും 98 വളരെ കൃത്യമായി 98:3 ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. മറിയം വചനത്തിൻ്റെ കാവലാൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? മറിയം വചനത്തിൻ്റെ കാവലാൾ. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ സെക്യൂരിറ്റിക്കാരി മറിയം എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ നമ്മളിപ്പോൾ ചിന്തിച്ച
നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ പോലെയോ, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കോ നമ്മുടെ സ്ഥാപനങ്ങൾക്കോ പകലോ രാത്രിയോ ഒക്കെ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെയോ പോലെയോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിയവും വചനവും തമ്മിൽ ഒരു ഉദ്യോഗപരമായ ബന്ധം അല്ല ഉള്ളത്. നമ്മൾ ഈ ഭടന്മാർക്കായാലും സെക്യൂരിറ്റിക്കാർക്കായാലും അത് ഒരു ജോലിയാണ്, തൊഴിലാണ്. പക്ഷേ മറിയത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ വചനവും മറിയവും തമ്മിലുള്ള ബന്ധം ഒരു ഉദ്യോഗപരമായ ബന്ധം അല്ല. വചനത്തിൽ നിന്ന് പറിച്ചു മാറ്റിക്കൊണ്ട് ഒരു മറിയം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വചനവും മറിയവും തമ്മിൽ പറിച്ചു മാറ്റാനാവാത്ത അത്രയ്ക്ക് ആഴമായ ബന്ധം, അവിഭാജ്യമായ ബന്ധം, വിഭജിക്കാനാവാത്ത ബന്ധമാണ് മറിയത്തിനും വചനത്തിനും തമ്മിലുള്ളത്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ വചനത്തിനും മറിയത്തിനും തമ്മിൽ വിഭജിക്കാനാവാത്ത ബന്ധമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനാവുക? പ്രിയപ്പെട്ടവരെ, മറിയവും വചനവും തമ്മിൽ അവിഭാജ്യമായ ബന്ധമാണുള്ളത് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, മറിയത്തെക്കുറിച്ച് വചനം വ്യക്തമായും മറിയത്തെക്കുറിച്ച് പറയുന്നു എന്നതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. വചനത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ, സൂചനകളുണ്ട്. അപ്പോൾ വചനവും മറിയവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ, അവിഭാജ്യമായ ബന്ധത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി നമ്മൾ കാണേണ്ടത്, വചനത്തിൽ നിന്ന് പറിച്ചു മാറ്റാനാവാത്ത വിധം വചനത്തിൽ മറിയം കൃത്യമായും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാ മറിയത്തെ വചനത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായും പഴയ നിയമത്തിൽ തന്നെ മറിയത്തെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ സൂചനകൾ ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയാവുന്നത്, മറിയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം എന്ന് പറയാവുന്നത്, അപ്പോൾ തന്നെ പറയേണ്ടി വരും, യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള ആദ്യത്തെ പരാമർശം എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:15 ഉൽപ്പത്തി 3:15 നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ് ആ തിരുവചനം. സർപ്പത്തോട് ദൈവം പറഞ്ഞതാണത്, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബൈബിളിലെ ആദ്യത്തെ വാഗ്ദാനമാണ് ഉൽപ്പത്തി 3:15. അതുകൊണ്ട് തന്നെ ബൈബിൾ പണ്ഡിതന്മാർ ഈ വചനത്തെ വിളിക്കുന്നത് ദ ഫസ്റ്റ് ഗോസ്പൽ എന്നാണ്. ഉൽപ്പത്തി 3:15 വിളിക്കുന്നത് ആദ്യത്തെ സുവിശേഷം എന്നാണ്. 4 സുവിശേഷങ്ങളേ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ പഴയ നിയമത്തിലെ ഈ പറഞ്ഞ 4 സുവിശേഷങ്ങളും പുതിയ നിയമത്തിലാണെന്നറിയാം. പക്ഷേ പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തു രക്ഷകനാണ് എന്ന സുവിശേഷം, യേശുക്രിസ്തു ഭൂമിയിൽ രക്ഷകനായി പിറക്കും എന്ന സുവിശേഷം, ആ പിറവി സ്ത്രീയിൽ നിന്നാണ് എന്ന സുവിശേഷം, പ്രിയപ്പെട്ടവരെ, അത് ആ യേശുക്രിസ്തു രക്ഷകനായി സാത്താൻ്റെ തല തകർക്കുന്ന ആ സംരംഭത്തിൽ
കുതികാലിൽ പരിക്കേറ്റു വാങ്ങി നമ്മെ എല്ലാവരെയും രക്ഷിക്കുമെന്ന മഹാസുവിശേഷം, ആദ്യത്തെ സുവിശേഷം ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറിയത്തെക്കുറിച്ചുള്ള പരാമർശവും വ്യക്തമായുണ്ട്. ശരിയാണ്, ആ സ്ത്രീ എന്നുള്ളത് നേരെ കൃത്യമായി മറിയത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജന്മമെടുക്കാനായി ഒരുങ്ങുന്ന ഇസ്രായേൽ വിശ്വാസി സമൂഹത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും രക്ഷകനായി പ്രഘോഷിക്കാനിരിക്കുന്ന സഭയെക്കുറിച്ചും ആ സ്ത്രീ പരാമർശത്തിൽ അർത്ഥമുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ട് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള പരാമർശമായി, വളരെ വ്യക്തമായ കൃത്യമായ പരാമർശമായി ഉൽപ്പത്തി 3:15 ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ മരിയോളജിക്കൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ തന്നെ അതിൻ്റെ എക്ലേസിയോളജിക്കൽ ഇമ്പോർട്ടൻസ്, വിശ്വാസി സമൂഹപരമായ പ്രാധാന്യം, ആ വചനത്തിൻ്റെ പ്രാധാന്യവും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വേളയിൽ നമ്മൾ കാണുന്നത് സ്ത്രീയേ, ആ വിളി അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കുരിശിൽ കിടക്കുന്ന ഈശോ, ശ്വാസം വലിക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്ന ഈശോ, അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് താഴെ തൻ്റെ വേദനകൾ കണ്ട് പ്രാർത്ഥനാപൂർവം നിലകൊള്ളുന്ന ആ അമ്മയോട് പറഞ്ഞത്, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. സ്ത്രീയേ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞു വച്ചത്, കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് മറിയത്തിൻ്റെ പേര്, ഈശോയുടെ അമ്മയുടെ പേര് അറിയാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ സ്ത്രീയിൽ നിന്നു ജാതനായി. കാരണം എന്താ? ഉൽപ്പത്തി 3:15 പൂർത്തീകരണമാണ് ക്രിസ്മസിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി വ്യക്തമായി ഈ തിരുവചനങ്ങളൊക്കെ നമ്മളോട് പറയുകയാണ്. വളരെ വ്യക്തമായി ഈ തിരുവചനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഉൽപ്പത്തി 3:15 പൂർത്തീകരണമാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് യേശു ജനിച്ച, സ്ത്രീയിൽ നിന്ന് സന്തതി ജനിച്ച ആ മഹാസംഭവം. ഉൽപ്പത്തി 3:15 സാക്ഷാത്കാരമാണ് ക്രിസ്മസ്. ക്രിസ്മസിന് സുന്ദരമായൊരു നിർവചനം. നിങ്ങൾക്ക് ക്രിസ്മസ് കാർഡ് എഴുതുന്ന ശീലമുണ്ടെങ്കിൽ അതിലിപ്രാവശ്യം എഴുതിവിടണം. ഉൽപ്പത്തി 3:15 സാക്ഷാത്കാരമാണ് ക്രിസ്മസ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം, രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം, ആ രക്ഷകൻ്റെ പിറവി സ്ത്രീയിൽ നിന്നായിരിക്കും, മറിയത്തിൽ നിന്നായിരിക്കും എന്ന സൂചന. അതാണ് 3:15. അപ്പോൾ വചനത്തെയും മറിയത്തെയും തമ്മിൽ വേർപിരിക്കാനാവില്ല. ഈ കാവലാൾ ചില്ലറക്കാരിയല്ല, വചനം സ്വന്തമാക്കിയ കാവലാളാണ്. വചനം സ്വന്തമാക്കിയ കാവലാൾ. അതുപോലെ തന്നെ ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോക്കുക, വചനവും മറിയവും തമ്മിലുള്ള ബന്ധം വചനത്തിൽ ശ്രദ്ധയുള്ളവളായിരുന്നു മറിയം എന്നതാണ്. വചനത്തിൽ ശ്രദ്ധയുള്ളവൾ, വചനത്തിൽ തൻ്റെ ശ്രദ്ധ നൽകിയവൾ, വചനത്തിൽ തൻ്റെ ശ്രദ്ധ മുഴുവൻ പതിപ്പിച്ചിരുന്നവൾ, വചനം വായിച്ചവൾ, വചനം ധ്യാനിച്ചവൾ, വചനം പഠിച്ചവൾ. പ്രൈസ് ദ ലോർഡ്.
വചനം വായിച്ചവൾ, വചനം ധ്യാനിച്ചവൾ, വചനം പഠിച്ചവൾ. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വചനം വായിച്ചവൾ. പരിശുദ്ധ കന്യകാമറിയം വചനം വായിച്ചു എന്ന് നമുക്കെങ്ങനെയാണ് മനസ്സിലാവുന്നത്? പരിശുദ്ധ കന്യകാമറിയം വചനം വായിച്ചു, വചനം ധ്യാനിച്ചു എന്നത് നമുക്ക് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നിന്നാണ്. ഒന്നാമതായി മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ പ്രത്യേകത എന്താണ്? നോക്കണം, ഏലീശായുടെ വീട്ടിലെത്തിയതാണ്. 6-ാം മാസം ആണ് അവൾക്ക് എന്നറിഞ്ഞിട്ട്, ശുശ്രൂഷ ആവശ്യമുണ്ട് എന്നറിഞ്ഞിട്ട് ഓടിയെത്തിയതാണ്. 167 കിലോമീറ്ററുകൾ താണ്ടിയാണ് മറിയം അവിടെ എത്തിയത്. എത്ര 167 കിലോമീറ്ററുകൾ താണ്ടിയാണ് മറിയം ഏലീശാമ്മയുടെ അടുത്തെത്തിയത്. നസറത്ത് മുതൽ സ്നാപകന്റെ വീടുള്ള സഖറിയായുടെ വീടുള്ള സ്ഥലം വരെ, ഐൻ കെരം വരെ 167 കിലോമീറ്ററുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇപ്പോഴും ഉണ്ടല്ലോ ഈ സ്ഥലമൊക്കെ. 167 കിലോമീറ്ററുകൾ താണ്ടി മറിയം എത്തി, ഏലീശാമ്മയുടെ അടുത്തെത്തി, ഒരഭിവാദനം ചെയ്തു. ആത്മവർഷമുണ്ടായി. ഒറ്റ അഭിവാദനം കൊണ്ട് മഹാ ആത്മവർഷം. ഏലീശാമ്മയുടെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. വലിയ ഉള്ളിലൊരുറ്റ ചാട്ടമാണ്. അതോടുകൂടി ലൂക്ക 1:15 പൂർത്തിയായത്. എന്താണ്? അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകും. മാലാഖ സഖറിയായോട് പറഞ്ഞ കാര്യമാണ്. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ, ആര്? ഈ ശിശു പരിശുദ്ധാത്മാവിനാൽ പൂരിതനാകും. ആ പ്രവചനം, മാലാഖയുടെ ആ പറച്ചില് വാക്ക് പൂർത്തിയായത് മറിയം വന്നപ്പോഴാണ്. കണ്ടോ, വചനം പൂർത്തിയാകാൻ മറിയത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലും. വചനം പൂർത്തിയാകാൻ മറിയത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലും വളരെ സുന്ദരമാണത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടുകയാണ്. സമയം ഒന്ന് നോക്കിക്കോട്ടെ. ഉണ്ടോ? ഓടിപ്പോവാണ് സമയം. 20 മിനിറ്റ് ഇപ്പം തന്നെ തീർന്നു. അപ്പോൾ വചനം പൂർത്തിയാകാൻ മറിയത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലും. അവിടെ ആത്മ നിറവ് കുഞ്ഞിനുണ്ടായി. കുഞ്ഞിന് മാത്രമോ, തള്ളയ്ക്കുമുണ്ടായി ആത്മനിറവ്. ഏലീശാമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്. പിന്നെ അങ്ങോട്ട് പറയുകയാണ്. നോക്കൂ, മറിയത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങുന്നു ഏലീശാമ്മ. ഇത് കേട്ടപാടെ മറിയം എന്ത് ചെയ്തു? ഈ സീനൊന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. സീൻ എന്താ? തന്നെ സ്തുതിക്കുകയാണ് ഏലീശാമ്മ. ഉടനെ ഞങ്ങൾ കൊച്ചുങ്ങളായിരുന്നപ്പോൾ പണ്ട് പ്രയോഗിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് മറിയം ചെയ്തത്. അതായത് നിങ്ങളിൽ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ സൂര്യപ്രകാശം ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ നല്ല ശക്തിയായിട്ടുള്ളിടത്ത് ഞങ്ങൾ കൊണ്ടുപോയി ഒരു മിറർ വെച്ച് കൊടുക്കും, കണ്ണാടി വെച്ച് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും? ഈ വരുന്ന സൂര്യപ്രകാശം നേരെ ഞങ്ങൾ എങ്ങോട്ട് അടിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ട് നേരെ ചെല്ലും. അവിടെ അടുത്ത വീട്ടിലെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് നേരെ പ്രകാശം, അപ്പുറം നിൽക്കുന്ന വല്യപ്പൻ്റെ കഷണ്ടിയിലേക്ക് നേരെ പ്രകാശം. ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ, ഇതൊക്കെ ഞാൻ കൊച്ചുനാളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. നോക്കൂ, തൻ്റെ പക്കലേക്ക് വന്ന പ്രകീർത്തനങ്ങൾ, സ്തുതികൾ തന്നെ ഏലീശാമ്മ പ്രകീർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മറിയം ഉടനെ തിരിച്ചു വച്ചു സ്തുതികളെല്ലാം ദൈവത്തിന്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവർ! ഈ സ്തോത്രഗീതം അതിസുന്ദരമായി, വചനബദ്ധമായി, വളരെ സ്പോണ്ടേനിയസായി അമ്മ പാടിയതാണ് എന്നോർക്കണം. ലൂക്കാ സുവിശേഷകൻ ഈ കീർത്തനം എഴുതി വെക്കുമ്പോൾ ഒരുപക്ഷെ വിശുദ്ധ ലൂക്കായുടെ സഭാ സമൂഹത്തിൽ ആലപിച്ചിരുന്ന, പാടിയിരുന്ന ഒരു കീർത്തനമായിരുന്നിരിക്കണം ഇത്. പക്ഷേ ആ കീർത്തനം
മറിയത്തിൻ്റെ പേരിലാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ലൂക്കായുടെ ആ ഒരു ആരാധനാ സമൂഹം ഉണ്ടല്ലോ, ആ വിശ്വാസി സമൂഹം ദൈവത്തെ പ്രകീർത്തിച്ചത് ഈ കീർത്തനം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പല സംഗതികളിലും വളരെ പഴക്കമുള്ളത് മിക്കവാറും കീർത്തനങ്ങളാണ് എന്നോർക്കണം. ബൈബിളിൽ അത് പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ കീർത്തനങ്ങൾ, അതെല്ലാ കീർത്തനങ്ങളാണെന്ന് പറയരുത്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലെ മോശ കടലിൻ്റെ പാട്ട് വളരെ പഴക്കമുള്ളതാണ് എന്നാണ് കടലിൻ്റെ പാട്ട്. അപ്പോൾ നോക്കുക, വിശ്വാസി സമൂഹം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കീർത്തനം വളരെ പ്രത്യേകതയുള്ളതായി കൈമാറ്റം ചെയ്തു വന്നതാണ് എന്നുകൂടി അർത്ഥമുണ്ടതിന്. അപ്പോൾ പരിശുദ്ധമ്മ പാടിയതായി കാണുന്ന പാട്ട്, ഈ പാട്ടിൽ വചനം നിറഞ്ഞു നിൽക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ പ്രമേയങ്ങളും പഴയ നിയമത്തിൻ്റെ ശൈലിയും ഈ ഈ ഒരു കീർത്തനത്തിൽ മഞ്ഞീഫിക്കാത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മഞ്ഞീഫിക്കാത്ത്. പ്രിയപ്പെട്ടവർ, അതിൽ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്ന 1 സാമുവലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അത് നമുക്കറിയാവുന്നതുപോലെ ഹന്നായുടെ കീർത്തനമാണ്. ഹന്നായുടെ കീർത്തനം, മക്കളില്ലാതെ വല്ലാതെ വിഷമിച്ച് പ്രാർത്ഥനയും കണ്ണീരുമായി കഴിഞ്ഞിരുന്ന ആ സ്ത്രീ, അവളുടെ കരച്ചിൽ കർത്താവ് കേട്ടു. അങ്ങനെ അവൾക്കൊടുവിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായതിനെ പ്രകീർത്തിച്ചിട്ട് അതേക്കുറിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവൾ പാടിയ കീർത്തനമാണ്. നോക്കൂ, പഴയ നിയമത്തിലെ ഹന്നായുടെ കീർത്തനം, ആ കീർത്തനം മറിയം ഹൃദിസ്ഥമാക്കിയിരുന്നു. മറിയത്തിന് ആ ഭാഗം എങ്ങനെയോ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ, ഞാൻ മറിയം തിരുവചനം വായിച്ച് ധ്യാനിച്ച് പഠിച്ചിരുന്നു എന്നുള്ള ആ ഒരു കാര്യത്തെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ, അത് വ്യക്തമാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇക്കാര്യം വളരെ കാര്യമായിട്ട് മനസ്സിലേക്ക് എടുക്കണം. 1 സാമുവൽ 2:1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ, അത് മറിയം കാര്യമായി ധ്യാനിക്കുകയും വായിക്കുകയും നിരന്തരം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ആ ശൈലി കൃത്യമായി പിന്തുടരുന്ന. എന്നാൽ വാക്കുകൾ അതല്ല. മറിയത്തിന് വചനം ഉള്ളിലേക്കെടുക്കാനുള്ള ഒന്നായിരുന്നു. ആ വചനം പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ അത് ആ വചനത്തിൽ അധിഷ്ഠിതമായി തൻ്റെ അനുഭവങ്ങളും കൂടി തൻ്റെ വിചാരങ്ങളും കൂടി ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒരു സ്വകീയത സ്വന്തമായി ദൈവസ്തുതി ചേർക്കുന്നത് കൂടി മറിയത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് മഞ്ഞീഫിക്കാത്ത ആ ഒരു സവിശേഷത മറിയത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സവിശേഷത. പലപ്പോഴും ഇന്ന് പലരും വിചാരിക്കുന്നുണ്ട് വചനവാക്യങ്ങൾ തിരുവചനം അങ്ങനെ തന്നെ ഒരു വാക്യം പറഞ്ഞാൽ മതിയാകുമെന്ന്. മറിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവചനം തീർച്ചയായിട്ടും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ട് ആ തിരുവചനം പറയുന്നതോടൊപ്പം ആ വചനത്തോട് ചേർത്ത് തൻ്റെ വികാരങ്ങളും വിചാരങ്ങളും തൻ്റെ ദൈവസ്തുതികളും അതോട് ചേർത്ത് വെച്ച് പറയുന്ന മറിയത്തെയാണ്. അത് നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഈ ഒരു ആസ്പെക്റ്റ്, ഈ ഒരു ഡൈമെൻഷൻ അത് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 1 സാമുവൽ 2:1-10 മാത്രമല്ല ഈ തിരുവചനത്തിന് ആധാരമായിട്ടുള്ളത്. ഇതിലെ പ്രമേയങ്ങൾ വളരെ വ്യക്തമായും സങ്കീർത്തനം 89 14-ാം വാക്യം, സങ്കീർത്തനം 89:14, നീതിയിലും ന്യായത്തിലും അങ്ങു സിംഹാസനമുറപ്പിച്ചിരിക്കുന്നു, കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു. കണ്ടോ, നീതിയും ന്യായവും കാരുണ്യവും വിശ്വസ്തതയും, ഈ പ്രമേയങ്ങൾ, നീതി, ന്യായം, കാരുണ്യം, വിശ്വസ്തത, ഈ 4 പ്രമേയങ്ങളും
മഞ്ഞീഫിക്കാത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി 98-ാം സങ്കീർത്തനം, 98-ാം സങ്കീർത്തനത്തിൽ 13-ാം തിരുവചനം, 98:13, 13 ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഇത് തന്നെയല്ലേ മറിയം പാടിയത്? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മറിയത്തിന് തിരുവചനത്തോടുള്ള ബന്ധവും, മറിയത്തിന് തിരുവചനത്തോടുള്ള ബന്ധം എങ്ങനെ? വളരെ ഫിസിക്കലായിട്ടുള്ള ബന്ധം. മറിയം തോറ വായിച്ചു എന്ന്, മറിയം തെഹില്ലീം സങ്കീർത്തനങ്ങൾ വായിച്ചു എന്ന്, ഫിസിക്കലായിട്ട് ടാഞ്ചബിൾ ആയിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്നത്. ആ ബന്ധം പിന്നെ എങ്ങനെയായി? അത് ഓർമ്മയിൽ പതിഞ്ഞു, അത് നാവിൽ പതിഞ്ഞു, അത് പ്രഘോഷണമായി വന്നു. പക്ഷെ ഓർക്കണം, ഇത് സ്വാംശീകരിച്ചതിന് ശേഷമാണ് അത് പുറത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സങ്കീർത്തനം 89-ലെ ആ പ്രമേയവും 98-ൽ വളരെ കൃത്യമായി 98:3 ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. സങ്കീർത്തകൻ പാടിയ പശ്ചാത്തലം വേറെ. കർത്താവിൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു എന്ന് ഇസ്രായേൽ ജനത്തിന് അനുഭവവേദ്യമായ വേറെ ഏതോ സംഗതികളെ സൂചിപ്പിച്ചിട്ടാണെങ്കിൽ, മറിയം ഇതേ തിരുവചനം മഞ്ഞീഫിക്കാത്തിൽ ഉപയോഗിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം, പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകന്റെ ജനനം ഇതാ അടുത്തിരിക്കുന്നു, എൻ്റെ ഉദരത്തിൽ ഞാനത് അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. കണ്ടോ? ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദാനം അവിടുന്ന് അനുസ്മരിച്ചു എന്ന് ഇപ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ചെറിയ പ്രകമ്പനം. ശരിയാണ്, ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, പക്ഷെ ചെറിയൊരനുഭവം. അത് വച്ചിട്ടാണ് ഇസ്രായേൽ ഭവനത്തോടുള്ള ദൈവത്തിൻ്റെ ആ കരുണയും വിശ്വസ്തതയും ദൈവം അനുസ്മരിച്ചിരിക്കുന്നു. അതെനിക്ക് എൻ്റെ ഉദരത്തിൽ ഇപ്പോൾ വളരെ നേർത്ത രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിസുന്ദരമാണത്. ഇനി ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹബക്കൂക്ക് 3:18, ഹബക്കൂക്ക് 3-ാം അധ്യായം 18-ാം വാക്യം. ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഇത് തന്നെയല്ലേ മറിയവും പാടിയത് സ്തോത്രഗീതത്തിൽ? കണ്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതം മാത്രമെടുത്ത് നമ്മളൊന്ന് പഠിച്ചാൽ വചനത്തോട്, ലിഖിത വചനത്തോട് ഫിസിക്കലായ ബന്ധമുണ്ടായിരുന്നവളാണ് മറിയം. ടാഞ്ചിബിൾ, ടച്ചബിൾ ആയ ബന്ധമുണ്ടായിരുന്നവളാണ് മറിയം. വചനം വായിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പഠിക്കുകയും ചെയ്തവളാണ് മറിയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വചനം വായിക്കാനും വചനം ധ്യാനിക്കാനും വചനം ഓർത്തിരിക്കാനും ഒക്കെ നമ്മളിൽ പലർക്കും വളരെ എളുപ്പമുണ്ട്. വചനം പഠിക്കുന്ന കാര്യത്തിൽ എന്തുമാത്രം ശുഷ്കാന്തി നമുക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറിയം വചനം പഠിച്ചവളാണേ, വചനം പഠിച്ചവളാണ്. ഈ പഠിക്കണമെങ്കിൽ എന്തു വേണം എന്നറിയാവോ? പഠിക്കുക എന്നതിൻ്റെ അർത്ഥം ചോദ്യം ചോദിക്കുക എന്നാണ്. പഠിക്കുന്നത് അനലിറ്റിക്കലായിട്ടാണ്. ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ചോദ്യം ചോദിച്ച് അതിനുത്തരം കണ്ടെത്തി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിൻ്റെ പ്രോസസ്സ്, പ്രിയപ്പെട്ടവരെ, ചോദ്യങ്ങളിലൂടെയാണ് മുന്നേറുന്നത്. പഠനം ചോദ്യത്തിൻ്റെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. നോക്കണം, ഗബ്രിയേൽ ദൈവദൂതൻ
മറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതൻ്റെ അല്ലേ. എന്തായി പറയണത്? ഉടനെ മറിയം എന്താ ചെയ്തത്? നിങ്ങൾ പറയേ. ദൈവത്തിൻ്റെ ഈ വചനം മാലാഖയിലൂടെ, ഈ വചനം മറിയത്തെ സ്പർശിച്ചപ്പോൾ, മറിയത്തിൻ്റെ കർണപുടങ്ങളിൽ എത്തിയപ്പോൾ മറിയം ചെയ്തത് അങ്ങനെ തന്നെ, ഒന്നും ചിന്തിക്കാതെ ഓക്കെ ഞാൻ റെഡി എന്ന് പറയലാണോ? ആണോ? നമ്മൾ പലരും ചെയ്യുന്നത് അങ്ങനെയാ. നമ്മൾ പലരും ചെയ്യുന്നത് ബൈബിൾ എടുത്തിട്ട് ഒരു വചനം വച്ചിട്ട് അതങ്ങട് തത്തമ്മ പൂച്ച പൂച്ച പോലെ പഠിക്കുന്നു. തത്തമ്മ പൂച്ച പൂച്ച പോലെ ആ വചനം പഠിച്ചിട്ട് അത് നമ്മുടെ ഓർമ്മയിൽ ഉറപ്പിക്കുന്നു. അതതുപോലെ തന്നെ നമ്മൾ പറയുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ മറിയത്തിന് വചനവുമായുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന സവിശേഷത, പ്രിയപ്പെട്ടവരെ, അന്വേഷിക്കാനുള്ള മനസ്സ്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മനസ്സ്. ഇപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ കേട്ട വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? കണ്ടോ, ചോദ്യങ്ങൾ ചോദിക്കുന്ന അനലിറ്റിക്കൽ മനസ്സുള്ള, വിശകലന മനസ്സുള്ള മറിയം, അന്വേഷണാത്മകതയുള്ള മറിയം, പഠിക്കുന്ന മറിയം. ഉടനെ ഉത്തരം ലഭിച്ചു. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കണ്ടോ, ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രനാണ് നിന്നിൽ ജനിക്കാൻ പോകുന്നത്. അത്യുന്നതൻ്റെ ശക്തി. കണ്ടോ, മറുപടി ലഭിച്ചു. നീ ഗർഭം ധരിക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. കണ്ടോ, മറുപടി ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിക്കാൻ, വിശ്വാസത്തോടെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? തത്തമ്മ പൂച്ച പൂച്ച പഠിക്കുന്നവർക്ക് എന്ത് പറ്റുമെന്നറിയാവോ? ഇതിനേക്കാൾ അപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ഓ അത് ശരിയാണല്ലോ എന്നങ്ങോട്ട് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പലർക്കും പറ്റുന്നത് അക്കിടി അത് തന്നെയാണ്. ആരോ എന്തോ പറഞ്ഞു, ഓ അങ്ങനെയാണോ, അങ്ങോട്ട് ചാഞ്ഞു. ഇപ്പുറം വേറെ കൂട്ടര് വേറെ പറഞ്ഞു, അങ്ങനെയാണോ, അങ്ങോട്ട് ചാടി. ഈ കാറ്റത്തുലയുന്ന ഞാങ്കണയാകുന്നതിൻ്റെ കാരണം എന്താ? വചനസംബന്ധിയായി കാറ്റത്തുലയുന്ന ഞാങ്കണയാകുന്നതിൻ്റെ കാരണം എന്താ? പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വചന പ്രതിബദ്ധത, വചനത്തോടുള്ള നമ്മുടെ സ്നേഹം, വചനത്തോടുള്ള നമ്മുടെ ബന്ധം, അത് വ്യക്തമായും പഠിക്കാനുള്ള മനസ്സിലൂടെയാണ് തെളിയുന്നത്. പഠിക്കാനുള്ള മനസ്സില്ല എങ്കിൽ നിനക്ക് വചനത്തോട് വേണ്ടത്ര ആഗ്രഹമോ താല്പര്യമോ ഇല്ല എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. വചനം, ഈ ബൈബിളിലെ വാക്യങ്ങൾ മുഴുവൻ ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഈ തിരുവചനങ്ങളുടെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണെന്ന് ചുഴിഞ്ഞിറങ്ങാൻ, അന്വേഷിക്കാൻ, വചനത്തിലേക്ക് ഊളിയിടാൻ നീ തയ്യാറായിട്ടുണ്ടോ എന്നതാണ്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ നീ തയ്യാറാണോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ കാവലാളായ മറിയമേ, വചനത്തിലേക്ക് ഊഴ്ന്നിറങ്ങാൻ, വചനത്തിലേക്ക് അന്വേഷണ ആത്മകമായൊരു മനസ്സോടെ ഇറങ്ങാൻ, വചനം പഠിക്കാൻ, വിശ്വാസപൂർവം പഠിക്കാൻ, പ്രാർത്ഥനാപൂർവം പഠിക്കാൻ, അമ്മേ ഞങ്ങൾക്ക് അത്തരമുള്ളൊരു മനസ്സ് ലഭിക്കാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. വചനത്തിൻ്റെ ഉപാസകയായ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശരി, അപ്പോൾ വചനത്തിൻ്റെ പഠനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി വചനവുമായുള്ള മറിയത്തിൻ്റെ ബന്ധം, വചനം വിശ്വസിച്ചവൾ എന്നതാണ്. ശരിയല്ലേ? വചനം വിശ്വസിച്ചവളാണ് മറിയം.
വചനം വായിച്ചവൾ മാത്രമല്ല, വചനം ധ്യാനിച്ചവൾ മാത്രമല്ല, വചനം പഠിച്ചവൾ മാത്രമല്ല, വചനം വിശ്വസിച്ചവളും കൂടിയാണ് മറിയം. അതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കൃത്യം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. വചനം വിശ്വസിച്ചവളാണ് മറിയം എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് ആരാ തന്നേക്കണത്? ആരാ അങ്ങനെ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ ഏലീശാമ്മ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവ് നിന്നോട് അരുളി ചെയ്തവ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയമേ, നീ ഭാഗ്യവതിയാണ്. കാരണം കർത്താവിൻ്റെ വചനം നീ വിശ്വസിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം വിശ്വസിച്ചവളാണ് മറിയം എന്നുള്ളതിന് തിരുവചനം തന്നെ സാക്ഷ്യം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസബന്ധം, വചനത്തോട് വിശ്വാസബന്ധം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഓർക്കണം. ലിഖിത വചനത്തോടും ശ്രുതി വചനത്തോടും മറിയത്തിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചാണ്. എങ്ങനെ? ലിഖിത വചനത്തോട് എഴുതപ്പെട്ടത്, അതാണ് നമ്മൾ പറഞ്ഞത്. 1 സാമുവേൽ 2:1-10, സങ്കീർത്തനങ്ങളിലെ ഭാഗങ്ങൾ, ഹബക്കൂക്കിൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം മറിയം കൃത്യമായി കോർത്തിണക്കിക്കൊണ്ടാണ് സ്തോത്രഗീതം ആലപിച്ചത് എന്ന് നമ്മൾ കാണുന്നു. ആ സ്തോത്രഗീതം ലിഖിത വചനവുമായുള്ള മറിയത്തിൻ്റെ ബന്ധത്തിൻ്റെ കൃത്യമായ തെളിവാണ്. ഇനി ശ്രുതിവചനം, എഴുതപ്പെട്ടത് മാത്രമല്ലല്ലോ ദൈവവചനം, പ്രിയപ്പെട്ടവരെ, കേട്ടതുകൂടിയാണ്. മറിയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം ശ്രുതി വചനമാണ്, നേരിട്ട് കേട്ട വചനമാണ്. മൊഴിവചനമാണ്, മാലാഖയിലൂടെ മൊഴിയപ്പെട്ട വചനം. മറിയം അത് കേട്ടു. ദൈവത്തിൻ്റെ ഈ വചനം, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ജന്മം കൊടുക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഇത് മറിയം വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ കൃത്യമായ പ്രകടനമാണ് ഇതാ കർത്താവിൻ്റെ ദാസി. സുന്ദരമാണ്, സുന്ദരം, അതിസുന്ദരം. ഇതു ഹേ ദൂളെ തു കുറിയു, ഇതു ബിഹോൾഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. ഹേ ദൂളെ, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്നും മറിയം പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ അമ്മ എന്നാണ് ഏലീശാമ്മ പിന്നീട് മറിയത്തെ വിളിച്ചതെന്ന് ഓർക്കണം. നോക്കൂ, കർത്താവിൻ്റെ അമ്മ സ്വയം വിളിച്ച പേരാണ് കർത്താവിൻ്റെ ദാസി. അങ്ങയുടെ തിരുവചനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, ആ വചനങ്ങൾ അനുസരിക്കാൻ ഞാനിതാ സന്നദ്ധയാണ്. അങ്ങയുടെ വചനം വിശ്വസിച്ച് അനുസരിക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നാലും ഞാൻ സന്നദ്ധയാണ്. ദാസി യജമാനത്തിയുടെ ഓർഡർ കൃത്യമായിട്ട് പാലിക്കുന്നവളാണ് ദാസി. അത് ചെയ്യ്, അത് ചെയ്തു, ഇത് ചെയ്യ്, ഇത് ചെയ്തു. ഓർഡർ അനുസരിക്കുന്നവളാണ് ദാസി. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. കണ്ടോ, ലിഖിത വചനവും ശ്രുതിവചനവും വിശ്വസിച്ച് അനുസരിച്ചവളാണ് മറിയം. ഇനി
അടുത്തത്, വചനം മാംസം ധരിക്കാൻ ഉദരം വിട്ടുകൊടുത്തവളാണ് മറിയം. വചനം, ദൈവത്തിൻ്റെ വചനത്തിന് മാംസം ധരിക്കാൻ തൻ്റെ ഉദരം വിട്ടുകൊടുത്തവളാണ് മറിയം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, വചനം മാംസം ധരിച്ചു നമ്മുടെ ഇടയിൽ വസിച്ചു. ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എന്താ വചനം എന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ആരോടും എന്താണ് വചനം എന്ന ചോദ്യം ചോദിച്ചാൽ ഉടനെ പറയും, എന്ത്? ബൈബിളാണ് വചനം എന്ന് പറയും. ശരിയല്ലേ? ഇവിടെ വ്യക്തത വരേണ്ടതുണ്ട്, കൃത്യമായി വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് വചനം? ഞാൻ പണ്ട് കൊച്ചായിരുന്നപ്പോൾ, എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു, എന്താണ് വചനം? കാരണം എന്താ, എങ്ങനെയത് വന്നതെന്നറിയാവോ? നമ്മുടെ ത്രിസന്ധ്യാജപത്തിൽ നമ്മൾ 3 നേരം ചൊല്ലും. എങ്ങനെ? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധത്തോട് വഹിച്ചു, അതങ്ങനെ ചൊല്ലി വന്നിട്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പം ഈ പ്രാർത്ഥന ഇങ്ങനെ സ്ഥിരം ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ചോദ്യം വരും. 5ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, അത് വളരെ ഗുരുതരമായൊരു ചോദ്യമാണ്. ഞാൻ എന്നിട്ട് മിഷൻ ലീഗിൻ്റെ ഞങ്ങളെ നയിച്ചിരുന്ന ആനിമേറ്റർ സിസ്റ്ററിനോട് ചെന്ന് ചോദിച്ചു, സിസ്റ്ററെ, ഈ വചനം മാംസം ധരിച്ചു എന്ന് നമ്മളിങ്ങനെ പറയണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനയിൽ, വചനം മാംസം ധരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സിസ്റ്ററെ അർത്ഥം? സിസ്റ്റർ അന്ന് എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ കുറേ ശ്രമമൊക്കെ സിസ്റ്റർ നടത്തി, പക്ഷേ അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. ആ പ്രായത്തിൽ എനിക്കത് മനസ്സിലായില്ല. പക്ഷേ ആ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു എന്നുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു കുഞ്ഞു വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും കുഞ്ഞിന് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വചനം എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. വചനം ബൈബിളാണ് എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈബിൾ മാംസം ധരിച്ചു എന്ന് പറയാൻ പറ്റുമോ? മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് ബൈബിൾ ചെന്നോ? എന്നിട്ടത് മാംസമായിട്ട് മാറിയോ? അല്ലല്ലോ. മാത്രമല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, അല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് വചനം. The word is God. വചനം ദൈവമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, വചനം ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും സുന്ദരമായ ആ ദർശനം. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന്റെ പേരാണ് വചനം. ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന്റെ പേരാണ് വചനം. വചനം മാംസമായി. കണ്ടോ? ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആള്, ആ വചനം, ആ പുത്രൻ തമ്പുരാൻ മറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി അവതരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വചനത്തിന് മാംസം ധരിക്കാനായി ഉദരം സമ്മാനിച്ചവളാണ് മറിയം. വചനത്തിനു മാംസം ധരിക്കാനായി ഉദരം സമ്മാനിച്ചതെങ്ങനെ? വളരെ വ്യക്തമായും ലിഖിത വചനം വായിച്ചു, ധ്യാനിച്ചു, പഠിച്ച്, വിശ്വസിച്ച്, അനുസരിച്ച്
ശ്രുതിവചനം. ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് വിശ്വസിച്ച് അതിനായി ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞതോടെ വചനം മറിയത്തിൻ്റെ ഉദരത്തിൽ മാംസമാകുന്ന സുന്ദരമായ പ്രക്രിയ ആരംഭിച്ചു. ദൈവമക്കളെ, വചനം മാംസം ധരിച്ചു, മറിയത്തിൻ്റെ ഉദരത്തിൽ മാംസം ധരിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുകൂടി പറഞ്ഞാൽ സുന്ദരമാണ്. വചനം മറിയത്തിൻ്റെ ഉദരത്തിൽ മാംസം ധരിച്ചു. നമ്മൾ നസ്രത്ത് ചെല്ലുമ്പോൾ ഈ സുന്ദരമാണ് ഈ പറയുന്ന അനൗൺസിയേഷൻ ഗ്രോട്ടോ ഉണ്ട്. അനൗൺസിയേഷൻ ഗ്രോട്ടോ, അതായത് മറിയത്തോട് മംഗളവാർത്ത ദൈവദൂതൻ പറഞ്ഞ ആ സ്ഥലം. അവിടെ നമ്മൾ വെർബും കാരോ ഫാക്തും എസ്ത്, ഇതാണ് വചനം മാംസം ധരിച്ചു എന്നുള്ളതിൻ്റെ ലത്തീൻ. വെർബും കാരോ ഫാക്തും എസ്ത്. പക്ഷേ ഇതാണ് നമ്മൾ സ്ഥിരം പറയുന്നത്, വചനം മാംസം ധരിച്ചു. പക്ഷേ അവിടെ ഒരു ചെറിയൊരു അഡീഷനുണ്ട്. എന്താണെന്നറിയാവോ? വെർബും ഹിക് കാരോ ഫാക്തും എസ്ത്. എങ്ങനെ? വചനം ഇവിടെ മാംസം ധരിച്ചു. മനസ്സിലായോ? നസ്രത്തെ ഈ മംഗളവാർത്ത ഗ്രോട്ടോയിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാ, വചനം ഇവിടെ മാംസം ധരിച്ചു. അപ്പം ഞാനത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആ സ്ഥലത്ത് മാംസം ധരിച്ചു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവിടെ ഈ സ്ഥലത്താണ് ആ സംഭവം ഉണ്ടായത്, അതുകൊണ്ട് ഇവിടെ മാംസം ധരിച്ചു. പക്ഷേ അത് പറഞ്ഞാൽ പോരല്ലോ. വചനം അവിടെ മാംസം ധരിച്ചു എന്ന് പറഞ്ഞാൽ പോരല്ലോ. വചനം ഹിക്, ആ ഹിക് എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ഉദരമാണ്. മറിയം വചനത്തിൻ്റെ കാവലാൾ എന്ന ഈ പ്രമേയം പോകുന്ന പോക്ക് കണ്ടോ പ്രിയപ്പെട്ടവരെ? മറിയം വചനത്തിൻ്റെ കാവലാൾ. ഉദരപരമായി സംരക്ഷിച്ചവളാണ്, വചനത്തെ സംരക്ഷിച്ചവളാണ് മറിയം. എങ്ങനെ? ഉദരപരമായി വചനത്തെ സംരക്ഷിച്ചവളാണ് മറിയം. ഇത് തികച്ചും അനന്യമാണ്, അത് അതുല്യമാണ്, യുണീക്കാണ്. അത് മറിയത്തിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, സംശയമില്ല, നമുക്ക് അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി മാംസം ധരിച്ച വചനത്തെ, അതായത് ഉണ്ണീശോയെ കണ്ടോ? നമ്മൾ ഈ കാര്യങ്ങളെ പല രീതികളിലാണ് കാണുന്നത്. ലിഖിത വചനമെന്ന് നമ്മൾ കണ്ടു, ശ്രുതി വചനമെന്ന് നമ്മൾ കണ്ടു, ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനായ വചനമെന്ന് നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ മനുഷ്യാവതാരം ചെയ്ത വചനത്തെ, ഉണ്ണി ഈശോയെ സംരക്ഷിച്ചതും കൂടി ഓർക്കണ്ടേ? വചനത്തിൻ്റെ കാവലാൾ എന്ന പ്രമേയം അങ്ങനെ കൂടി പോയാലല്ലേ ശരിയാകൂ. ഹേറോദേസിൻ്റെ പട്ടാളക്കാരിൽ നിന്ന് ഉണ്ണിയെ സംരക്ഷിക്കാനായി യൗസേപ്പും മറിയവും കൂടി ഓടടാ ഓട്ടം. മാംസം ധരിച്ച വചനത്തെ സംരക്ഷിക്കാനുള്ള വലിയ ജാഗ്രത പുലർത്തിയവളാണ് മറിയം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വചനത്തെ കാത്ത് സംരക്ഷിച്ച് പോറ്റി വളർത്തിയ മറിയം എല്ലാ വിധത്തിലും വചന പരിപോഷണം നടത്തി എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കരുത് 12-ാം വയസ്സിൽ ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചെന്നിട്ട് ഈ ദൈവവചനം തോറ യഹൂദരുടെ മുഖ്യമായ തിരുവചനത്തിലെ മുഖ്യമായ ഭാഗം തോറ, അതേക്കുറിച്ച് വേദശാസ്ത്രികളുമായി സംസാരിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അവിടെ ഈശോ തർക്കിച്ചു എന്ന് പറയുന്ന അർത്ഥം മനസ്സിലായോ? അവിടെ ഈശോയും ബൈബിള് പഠന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ചോദ്യം ചോദിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, ഇല്ല എങ്കിൽ അതിനോട് കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ വീണ്ടും അന്വേഷിച്ചു. അപ്പോഴാണ് ആ തിരുവചനം അവിടെയുണ്ട്, കണക്ഷൻ കണ്ടു. പഠനം. ഈശോയും തിരുവചനം പഠിച്ചയാളാണ്. എങ്കിൽ ഞാൻ പറയും, ഈശോ തിരുവചനം പഠിച്ചത്
ഉണ്ണി ഈശോ തിരുവചനം പഠിച്ചത് മറിയത്തിൽ നിന്നാണ്. മറിയത്തിൽ നിന്നാ, സംശയമൊന്നും വേണ്ട, ഒരു സംശയവും വേണ്ട. ഉണ്ണി ഈശോ തിരുവചനം പഠിച്ചത് മറിയത്തിൽ നിന്നാണ്. പിന്നീട് 30 വർഷങ്ങൾക്കു ശേഷം മറിയം പഠിപ്പിച്ചു കൊടുത്തത് എന്നുറപ്പായി നമുക്കറിയാവുന്ന ആ തിരുവചനം, ആ വലിയ ഈശോ, ഉണ്ണി ഈശോ പഠിച്ചത്, ഈശോ വലുതായി കഴിഞ്ഞപ്പോൾ വലിയ ഈശോ തൻ്റെ മരണനിമിഷത്തിൽ പറഞ്ഞത് അതാണ്. അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ തല ചായ്ച്ചത്. എല്ലാ യഹൂദ അമ്മച്ചിമാരും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ്, ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിർബന്ധമായും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കിടന്നോ എന്ന് നിരന്തരം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന വചനമാണ് സങ്കീർത്തനം 31:5. സങ്കീർത്തനം 31:5 ഈശോ കുരിശിൽ ഉരുവിട്ടിട്ട് മരിച്ചത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ, ലിഖിത വചനം, മാംസം ധരിച്ച വചനത്തിന് പഠിപ്പിച്ചു കൊടുത്തതും മറിയമാണ്. കണ്ടോ? അല്ലാതെ ഈശോയ്ക്ക് 12-ാം വയസ്സായപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റക്ക് ഒന്നിച്ചിങ്ങോട്ട് തലയിലേക്ക് ഇരച്ചു കയറി വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താണ് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനത്തിലും അല്ലേ, പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവൻ വളർന്നു വന്നു. എന്താ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ഏതു ശിശുവിനെയും പോലെ അവൻ വളർന്നു വന്നുവെന്നാണ്. പഠിച്ച് പഠിച്ച് കളിച്ച് ചിരിച്ച് ചിന്തിച്ച് വായിച്ച് വളർന്നു വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ? അങ്ങനെയുള്ള തികച്ചും മാനുഷികമായ യേശുവിൻ്റെ മാനുഷികതയെ പ്രിയപ്പെട്ടവരെ നമ്മൾ വല്ലാതെ കുറച്ചു കളയരുത്. യേശു ദൈവമാണെന്നുള്ളതിൽ നമുക്കൊരു സംശയവുമില്ല. ത്രിയേക ദൈവത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മാംസം ധരിച്ച് ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ വസിച്ചവനാണ് യേശു എന്നുള്ളത് നമുക്കൊരു സംശയമില്ല. പക്ഷേ ആ മാംസം ധരിച്ചു എന്നതിനെ നമ്മൾ ചുരുക്കിക്കളയരുത്. ഇന്ന് എനിക്ക് തോന്നുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഈ മനുഷ്യത്വത്തിൻ്റെ ഇലമെൻറ്റിനെ, മാനുഷികതയുടെ ഇലമെൻറ്റിനെ നമ്മൾ വല്ലാതെ ചുരുക്കുന്നുണ്ട്. ഇത് ആദിമസഭയിൽ ഉണ്ടായിരുന്നൊരു വലിയൊരു പാഷണ്ഡതയാണ് ദൊച്ചേത്തിസം. എന്താ ദൊച്ചേത്തിസം? ദൊക്കേയോ, ചിന്തിക്കുന്നു, തോന്നുന്നു. അപ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ചായിട്ട് നമുക്ക് തോന്നി, മനുഷ്യനായിട്ട് തോന്നി. ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം തന്നെയാണ്. യേശുവിൻ്റെ മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ പാഷണ്ഡതയാണ് ദൊച്ചേത്തിസം. പ്രിയപ്പെട്ടവരെ, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 33 വർഷം പൂർണ്ണ മനുഷ്യനായി ഈശോ ജീവിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം, അതുകൊണ്ട് മാനുഷികമായ വളർച്ച എല്ലാ തരത്തിലും, അത് വചന പഠനത്തിൻ്റെ മേഖലയിലും യേശുവിന് ലഭിച്ചു. അതിൽ മുഖ്യ പങ്കാളിത്തം മാതാപിതാക്കളുടേതായിരുന്നു. മറിയത്തിന് കൃത്യമായൊരു റോള് അതിലുണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ സങ്കീർത്തനം 31:5 ഉദ്ധരിച്ച് നിങ്ങളോട് പറഞ്ഞത്. ഇനി വചനത്തെ, മാംസം ധരിച്ച വചനത്തെ പ്രഘോഷിച്ചവൾ കൂടിയാണ് മറിയം. മാംസം ധരിച്ച വചനത്തെ പ്രഘോഷിച്ചവൾ കൂടിയാണ് മറിയം. പ്രിയപ്പെട്ടവരെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവനെ കേൾക്ക്, അവനെ കേൾക്ക്. കാനായിലെ കല്യാണ വിരുന്നിൽ മുഴങ്ങിയ മറിയത്തിൻ്റെ ആ സ്വരം ഇന്ന് ഇപ്പോൾ ഇവിടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കാതുകളിൽ മുഴങ്ങുകയാണ്. അവൻ, യേശു ക്രിസ്തു പറയുന്നത് പോലെ ചെയ്യുക. ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ മനുഷ്യരുമായി ഇടപഴകണമെന്ന്, എങ്ങനെ സ്നേഹിക്കണമെന്ന്, എങ്ങനെ സഭയായി വളരണമെന്ന്, എങ്ങനെ കൂട്ടായ്മയായി ജീവിക്കണമെന്ന്,
എങ്ങനെ ക്ഷമിക്കണമെന്ന്, ശത്രുത നമ്മോട് പുലർത്തുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ യേശു നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ചെയ്യുക എന്ന് മറിയം നമ്മളോട് പറയുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇതങ്ങനെ തന്നെ പറഞ്ഞത് ദൈവമാണ്. രൂപാന്തരീകരണ മലയിൽ അവർ കേട്ടത് അതാണ്. അവനെ ശ്രവിക്കുക, അല്ലേ? അവനെ ശ്രവിക്കുക. പ്രിയപ്പെട്ടവരെ, അവനെ ശ്രവിക്കുക. ഇവൻ എൻ്റെ പുത്രൻ, അവനെ ശ്രവിക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കന്യകാമറിയം മാംസം ധരിച്ച വചനത്തെ പ്രഘോഷിച്ചവളാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം മറിയം വചനത്തിൻ്റെ കാവലാൾ എന്ന പ്രമേയത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് വിവിധ ആംഗിളിൽ നിന്ന് നമ്മൾ കാണുകയായിരുന്നു. ഇങ്ങനെ ഒരു വിചിന്തനം നടത്തുന്നതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്താണ് ഗുണം? ഇങ്ങനെ ഒരു വിചിന്തനം നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമ്മുടെ ജീവിതത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വ്യക്തമായും വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും വിശ്വസിക്കാനും അനുസരിക്കാനും ജീവിക്കാനും പ്രഘോഷിക്കാനും ഏറ്റവും സുന്ദരമായ നമ്മുടെ മുന്നിലുള്ള മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. അത് ഉദരത്തിൽ വചനത്തിന് മാംസം നൽകുക എന്നത്. അതുമാത്രമേ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടുള്ളൂ. അത് ഒരൊറ്റയാൾക്കാണ് ദൈവം നിശ്ചയിച്ചിരുന്നത്. ഉൽപ്പത്തി 3:15 സൂചിപ്പിച്ച ആ സ്ത്രീ മറിയം അവൾക്ക് വേണ്ടി മാത്രം റിസർവ്ഡാണ്, വേറെ ഒരാൾക്കുമില്ല. എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണർ നിങ്ങൾക്കറിയാം. എന്തെല്ലാം അബദ്ധങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. ഇനി എംപറർ ഇമ്മാനുവൽ ജനിച്ചിരിക്കുന്നു വേറെ ആരിൽ നിന്നോ? വലിയ അബദ്ധം, വലിയ അബദ്ധമാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവ്, ആദ്യത്തെ വരവ് മറിയത്തിലൂടെയാണ്, മറിയത്തിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തുവിൻ്റെ യേശു പറഞ്ഞിരിക്കുന്ന രണ്ടാം വരവ്, വിധിയാളനായുള്ള വരവ്, അതിന് ഒരു മറിയത്തിൻ്റെ ആവശ്യം ഇല്ല. തിരുവചനത്തിൽ അത് ഇല്ല എന്നോർക്കണം. വിധിയാളനായി വരുന്നവൻ കൈയും കാലിട്ടടിക്കുന്ന കുഞ്ഞായിരിക്കില്ല. വിധിയാളനായി വരുന്നവൻ കൈയും കാലിട്ടടിക്കുന്ന കുഞ്ഞായിരിക്കില്ല. അവൻ രാജാവായിരിക്കും. ഇടത്തേക്ക് വലത്തേക്ക് അത് പറയുന്നവനായിരിക്കും. അതുകൊണ്ട് ഇത്തരം പൊട്ടക്കിണറുകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണേ. മറിയത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാ, കൊന്തയൊക്കെ ചൊല്ലിയിട്ടാ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിലേക്ക് പലരെയും ക്ഷണിക്കുന്നത്. ഈ കാറ്റത്തുലയുന്ന ഞാങ്കണകൾ പലരും അതിനകത്തേക്ക് പോയി വീഴുന്നു. ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. മറിയത്തെപ്പോലെ വചനം വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും വിശ്വസിക്കാനും അനുസരിച്ച് ജീവിക്കാനും പ്രഘോഷിക്കാനും നമുക്ക് തയ്യാറാകാം. എനിക്ക് തന്ന സമയം കൃത്യം തീരുകയാണ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സായാഹ്നത്തിൽ വചനത്തിൻ്റെ കാവലാൾ മറിയം എന്ന ഈ ഒരു വിഷയത്തിലൂടെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വചനത്തെക്കുറിച്ചുള്ള ധാരണകൾ പകരുകയായിരുന്നു. നിയമഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കട്ടെ.
രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. നീ അത് വായിക്കണം, അത് അനുസരിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ജോഷുവയുടെ ഗ്രന്ഥത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യം, ദൈവമേ, ഞങ്ങൾ ഈ നേരത്ത് അനുസ്മരിക്കുകയാണ്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് എന്ന് പറഞ്ഞ 1-ാം സങ്കീർത്തനകാരനെ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്യുജ്വലമായ മാതൃക ഈ നിമിഷങ്ങളിൽ തിരുവചനത്തിലേക്ക് ഞങ്ങളെ ഹഠാത് ആകർഷിക്കുകയാണ്. ത്രിയേക ദൈവത്തിലെ 2-ാമത്തെ ആളായ പുത്രൻ തമ്പുരാനിലേക്ക്, സ്വരമായി ശ്രുതിയായി മനുഷ്യരിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, ലിഖിത രൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥമായി ഞങ്ങളോടൊപ്പമുള്ള തിരുവചനത്തിലേക്ക്, മാംസം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ വസിച്ച കർത്താവായ യേശു ക്രിസ്തുവിലേക്ക്, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അപ്പസ്തോലികമായ വലിയ ഉത്തരവാദിത്വത്തിലേക്കൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്യുജ്വലമായ മാതൃക ഞങ്ങളെ നയിക്കുകയാണ്. ദൈവമേ, ഞങ്ങളും ആലപിക്കുന്നു. അവൻ്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. എല്ലാവരും പാടുക. അവൻ്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. എല്ലാവരും ചേർന്ന് അവൻ്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. 1-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ സങ്കീർത്തകൻ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവനെ വിളിക്കുന്നതാണ് ഭാഗ്യവാൻ എന്ന പേര്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലായിരുന്നു. ദൈവമേ, അവൻ്റെയും അവളുടെയും ആനന്ദം കർത്താവിൻ നിയമത്തിലായിരുന്നു എങ്കിൽ എൻ്റെ ആനന്ദവും കർത്താവിൻ നിയമത്തിലാണ് എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവം, യാചനാപൂർവം അതിനുള്ള കൃപ തേടിക്കൊണ്ട് ഞാൻ ആലപിക്കുന്നു. എൻ്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ എൻ്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. ഒരിക്കൽ കൂടി, എൻ്റെ ആനന്ദം കർത്താവിൻ നിയമത്തിലാണ്. അമ്മയുടെ മാധ്യസ്ഥ്യവും പ്രാർത്ഥനയും കർത്താവിൻ്റെ നിയമം നമ്മുടെ ആനന്ദമായി മാറാൻ നമ്മളിൽ ഏറെ കൃപ കൊണ്ടുവരട്ടെ. അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.